ആയിട്ടാണ്, അതായത് സീ ഫുഡ്സിന്റെ കുക്കിംഗ് ആണ് കേട്ടോ. വലിയ കാര്യമൊന്നുമല്ല. ഞാൻ സാധാരണ സീ ഫുഡ്സ് വാങ്ങുന്നത് പുള്ളി വരുമ്പോഴാണ്. ബിക്കോസ് പുള്ളി വരുന്നുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് മൈസറ ഇസ് നോട്ട് അറ്റ് ഓൾ വെൽ. അവൾക്ക് ഭയങ്കര അസുഖമാണ്, അവൾ ഭയങ്കര ക്ഷീണത്തിലാണ്. അല്ല, ആകെ തകിട് മാറായിട്ട് കിടക്കുവാണ്. അതിന്റെ കോലമാണ് എന്നെ ഈ കാണുന്നത്. പക്ഷെ ഞാൻ കരുതി ഈ കുക്ക് ചെയ്തത് ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് കരുതി. അപ്പം ഈവനിങ്ങിന്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്നോട് ചോദിച്ച എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തായാലും കുക്കിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, ഇതിപ്പോ കണ്ടോ, എല്ലാ ഐറ്റംസും ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് കരുതി. നമ്മളുടെ ഇന്നലെ ലുലുന്ന് വാങ്ങിച്ച പിലോപ്പി ഉണ്ട്. അപ്പൊ പിലോപ്പി കുറച്ച് കറി വെക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് വറക്കാനുള്ള മസാല ഇട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് എന്താ നോക്കിക്കേ, നമ്മളുടെ സ്ക്വിഡ് ഉണ്ട്. അപ്പം മറ്റേ കൂന്തല്, കണവാന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലേ, കൂന്തലുണ്ട്. അപ്പൊ കൂന്തല് ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. സെയിം പിന്നെ നമ്മളുടെ ചെമ്മീനുണ്ട്. അപ്പം ചെമ്മീനും ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ചെയ്യേണ്ടത്. പിന്നെ ബീഫ് കറി വെക്കാനുണ്ട്. അപ്പം ബീഫിൻ്റെ ഐസ് പോകാൻ ഇട്ടിരിക്കുവാണ്. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് പതിയെ പതിയെ ചെയ്യാം. അപ്പം ഇത് പുള്ളി വരുന്നത് നാളെയാണ്. അപ്പം ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. നാളത്തെ കുക്കിംഗ് ഒന്നും നടക്കില്ല, സെറയ്ക്ക് വയ്യ, ഒന്നും ചെയ്യാൻ പറ്റില്ല. സാം എന്നോട് പറഞ്ഞത് ഒന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു 4 മാസത്തിൽ വരുമല്ലേ, നമ്മളെ കൊണ്ട് ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരന് ഫിഷ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ചെയ്യാതിരിക്കാന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. അപ്പോൾ അതങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം നമുക്ക് ബ്ലോഗിലേക്ക് പോകാം. അപ്പം മീൻ്റെ ഞാൻ കഴുകി നല്ല ഉപ്പിലൊക്കെ ഇട്ട് കഴുകിയതാണ്. കറിക്ക് വേണ്ടിയിട്ടുള്ള മീനാണ്. കട്ട് ചെയ്ത് തന്നെ കിട്ടിയതായതുകൊണ്ട് രക്ഷപ്പെട്ടു. മറ്റേത് ഞാൻ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന മസാല ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളുടെ സ്ക്വിഡ് വന്നിട്ട് നമുക്ക് അതിനുള്ള പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീനാണെന്നുണ്ടെങ്കിലും എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടി. പക്ഷെ ചെമ്മീൻ്റെ നമ്മളുടെ ആ കുടലില്ലേ, അത് കളയണം, വലിയ ചെമ്മീനാകുമ്പോൾ, അല്ലെങ്കിൽ വയറ് വേദനിക്കും. അപ്പോൾ അതൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഈ ടൊമാറ്റോ വന്നിട്ട് എല്ലാത്തിനും കോമൺ ആണ്. ഒരുമിച്ച് അത് ചെയ്തു വെച്ചു പണി എളുപ്പമാക്കാൻ. ഫിഷിനും വേണം, ചെമ്മീനും വേണം, സ്ക്വിഡിനും വേണം. അതേപോലെ തന്നെ നമ്മുടെ ഷാലറ്റ്സ്, ചുവന്നുള്ളി ആണെന്നുണ്ടെങ്കിലും കോമൺ ആണ്. 3 ഫിഷിനും ചുവന്നുള്ളി ആവശ്യമാണ്. പിന്നെ കുറച്ച് നമ്മളുടെ സവാളയും കോമൺ ആയിട്ട് എല്ലാത്തിനും നമുക്ക് ആവശ്യമാണ്. പിന്നെ വന്നിട്ട് നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കോമൺ ആയിട്ട് തന്നെ വേണം. പിന്നെ വെളിച്ചെണ്ണയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുപ്പിയിൽ കാണുന്നതാണ് നമ്മുടെ വേപ്പില. പിന്നെ ആ എന്താ പറയുന്നത്, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ, ഞാൻ കാണിച്ചു തരാവേ, ഇതാണ് നമ്മളുടെ പെരിഞ്ജീരകം നമ്മളുടെ ചെമ്മീനും വേണം, സ്ക്വിഡിനും വേണം. ഫിഷിന് നമ്മൾ പെരിഞ്ജീരകം ഇടത്തില്ല. ഓക്കെ, പിന്നെ നമ്മളുടെ ഇത് വന്നിട്ട് ഉലുവയാണ്. ഉലുവ വന്നിട്ട് നമ്മൾ ഫിഷിന് മാത്രമേ ഇടത്തുള്ളൂ. ഫിഷ് കറിക്ക് ഇടത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ഇത് വന്നിട്ട് നമ്മുടെ ചെറുനാരങ്ങ വന്നിട്ട് ഞാൻ ഇടുന്നത് ഇത് ഞാൻ വെച്ചതേ ഉള്ളൂ കഴുകി. ഇത് നമ്മുടെ ബീഫ് ഉണ്ടാക്കുമ്പോൾ, ബീഫിനല്ല നമ്മുടെ ഫിഷ് വറക്കുന്ന സമയത്ത് മസാല ഉണ്ടാക്കുന്നത് ഞാൻ ചെറുനാരങ്ങയിലായിരിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. ഇത് നമ്മളുടെ മസാല ബോക്സ്. ഇത് നമ്മുടെ വാളംപുളി വെള്ളം, അത് നമ്മുടെ ഫിഷ് കറിക്ക് വേണ്ടിയിട്ടാണ് വാളംപുളി വെള്ളം. അപ്പം നമുക്ക് ഇനി പ്രൊസീജിയറിലേക്ക് പോവാം. തന്നെ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. ഈ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഫിഷ് കറിയും മീനും പിന്നെ ചെമ്മീൻ, സ്ക്വിഡ്, ഇതിനൊക്കെ ഇത്തിരി ഞാൻ യൂസ് ചെയ്യണത് കോക്കനട്ടാണ്. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി വന്ന എണ്ണയിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഞാൻ തന്നെ ഇത് നമ്മൾ അരച്ച് വെച്ചതാട്ടോ. ജിഞ്ചറും ഗാർലിക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. ഞാൻ കൈ കൊണ്ട് തന്നെ ഇടുന്നത്. ഇത്ര ഇട്ടാൽ മതി. ഇതൊരു നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ പാത്രമൊക്കെ ഞാൻ ഇങ്ങനത്തെ വല്ലപ്പോഴുള്ളൊരു ഇവൻറ്റിന് എടുക്കാറുള്ളൂ. ബീഫ്, ഫിഷ് ഇതൊക്കെ സാധാരണ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ മീനൊക്കെ വറക്കാറുള്ളത്. പക്ഷേ എന്തോ കുറേ നാളായല്ലോ പുറത്ത് നിന്നിട്ട് അങ്ങനെ ചെയ്തിട്ട്. നമ്മുടെ വർക്കേരിയയിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പം ഒരു മടി. അപ്പം ഞാൻ തന്നെ അകത്ത് നിന്നിട്ട് എൻ്റെ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഞാൻ തന്നെയല്ലേ എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത്.
കാരണം ഇവരൊക്കെ ഇപ്പം സാം ഇടയ്ക്ക് ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അകത്ത് നിർത്തി ചെയ്യില്ല, കാരണം ഇവിടെ എല്ലാം ആക്കും ഫിഷ് ഫ്രൈ ചെയ്തതൊക്കെ. നമ്മളിപ്പം ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു ചിന്ത എനിക്കുള്ളതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കുക്ക് ചെയ്യത്തുള്ളൂ ഫിഷും കാര്യങ്ങളൊക്കെ അകത്ത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറുന്നവരെ. ഓക്കെ, ഇത് വേറെ ഒന്നല്ല. എന്നിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കും കൂടെ കുറച്ച് കളർ മാറി വരുമ്പോൾ ചുവന്നുള്ളി, അതുപോലെ തന്നെ നമ്മുടെ സവാള, കുറച്ച് നമ്മളുടെ എന്താണ് പറയുന്നത് ഉലുവ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഉപ്പ്, ഇതൊക്കെ ഇട്ട് ആവശ്യത്തിനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, കാരണം എൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നു. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം അതൊക്കെ മൂത്ത് ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തില്ല. പരിവാകുമ്പോഴാണ് നമ്മുടെ മസാല ആഡ് ചെയ്യുന്നത്. ഈ നമ്മൾ മുളക് ചാറായതുകൊണ്ട് അധികം മസാലയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ നല്ല മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഒത്തിരി കൂടുതൽ ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. ഇവിടെ നോർമൽ ചില്ലി ആർക്കും വലിയ താല്പര്യമില്ല, എരിവുള്ളതുകൊണ്ട് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മുളക് ഇടാറില്ല, കറികളിൽ ഞാൻ മുളക് ഇടാറില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അതിലേക്ക് നമ്മുടെ പുളിവെള്ളമില്ലേ, വാളം പുളിവെള്ളമാണ് കേട്ടോ ഞാൻ ഇടാറുള്ളത്, അല്ലാണ്ട് ഉടംപുളി വെള്ളമല്ല, വാളം പുളിവെള്ളം. അതിട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കും. ചിലർ ഉടംപുളി വെള്ളം ഇടാറുണ്ടല്ലോ. എന്നിട്ട് ഉപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുറച്ച് അഡീഷണൽ ഉപ്പ് പിന്നീട് ഞാൻ ചേർക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ കഥ പറയുന്ന വേറെ നല്ല, കല്യാണം കഴിഞ്ഞപ്പം ഞാൻ കുക്കിംഗ് അറിയാണ്ട് ചെന്ന് പെട്ടുപോയ അത് വലിയൊരു തെറ്റാണെന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാവരും വരുത്തി തീർത്ത എൻ്റെ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹസ്ബൻഡിനും വിചാരിച്ചത് ഞാനും ഭയങ്കര ഡ്രാമയാണെന്നാണ്, കുക്കിംഗ് അറിയത്തില്ല എന്നുള്ളത്. പക്ഷേ പുള്ളിക്ക് ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ മനസ്സിലായി എനിക്ക് കറക്റ്റ് അറിയാഞ്ഞിട്ട് തന്നെയാണെന്ന്. പക്ഷേ ഇപ്പം ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ പറയാറുണ്ട്, ക്ഷമിക്കണോടി, അന്ന് ഞാൻ അങ്ങനെ അറിയാണ്ട് പറഞ്ഞതാണെന്ന്, പാവം, നമുക്ക് ക്ഷമിച്ചേക്കാം അല്ലേ. പിന്നെ അതേ മീനും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പം മീൻ ഇട്ടിട്ട് കുറച്ച് നേരം ഞാൻ അടച്ച് വേവിച്ചു. പിന്നെ ഞാൻ തുറന്നു, കാരണം മീനല്ലേ പെട്ടെന്ന് വേവുമല്ലോ. ഒരു 15 മിനിറ്റ് മതി മീൻ ഏകദേശം വേവാൻ. അതിനുശേഷം മീനൊക്കെ വെന്തു. അപ്പം മീൻ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു 1 ടീസ്പൂൺ ഒഴിച്ചെടുക്കണം, നല്ലതാണ് കേട്ടോ. അതിനുശേഷം അടച്ചവിടെ വെച്ചു, മീൻ്റെ ചൂടാറുന്നവരെ മീനാവട്ടെ. നെക്സ്റ്റ് നമുക്ക് മീൻ വറക്കാനുള്ള മസാല ഉണ്ടാക്കാം. ഞാൻ ചെറുനാരങ്ങയിലാണ് കേട്ടോ മീൻ വറക്കാനുള്ള മസാല ഉണ്ടാക്കുന്നത്. 4 ചെറുനാരങ്ങ അരിഞ്ഞത് നല്ല സ്ക്വീസ് ചെയ്യും. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യും, പിന്നെ മുളക് പൊടി ആഡ് ചെയ്യും, പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യും, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. നന്നായിട്ട് അരപ്പുണ്ടാക്കുക. എന്നിട്ട് നമ്മൾ അരപ്പ് നമ്മുടെ മീൻകുട്ടന്മാർ നല്ല കഴുകി വെച്ചിരിക്കുന്ന മീൻകുട്ടന്മാരാണ്. മീൻകുട്ടന്മാർക്കൊക്കെ നമുക്ക് നല്ല കുളിപ്പിച്ച് കൊടുക്കാം. എനിക്ക് പണ്ട് ചെറുതിലെ ഭയങ്കര ഇഷ്ടമുള്ള പണിയായിരുന്നു. നമുക്ക് അന്നൊക്കെ മറ്റേ കുഞ്ഞു കളി കളിക്കുമ്പോൾ കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇപ്പോൾ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്ടമല്ലാത്ത കാര്യമൊക്കെ തന്നെയാണെന്ന്, പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇഷ്ടപ്പെട്ട് ചെയ്യുക, വേറെ രക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ അപ്പം മീൻ വറുക്കാനുള്ള അരപ്പ് റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ ചെമ്മീൻ നമുക്ക് ഒന്ന് ഇതാക്കണ്ടേ, കുക്ക് ചെയ്യണ്ടേ. അതിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു, പിന്നെ അതുപോലെ തന്നെ സവാള ഇട്ട് കൊടുക്കുന്നു, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ വേപ്പില ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഇടണ്ട, ചെമ്മീൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വന്നോളും. അത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് കൂന്തലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നു. ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. കളർ മാറി വരുമ്പോൾ നമ്മൾ നേരെ നമ്മളുടെ സവാള, അതുപോലെ തന്നെ ചുവന്നുള്ളി, തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അതിന് ഏകദേശം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മളുടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാലകൾ സെയിം തന്നെ, ഗരം മസാല, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ജീരകവും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂന്തലിൽ. കൂന്തലിടുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്യേണ്ട, വെള്ളം കൂന്തലിൽ നിന്ന് വരുന്നതാണല്ലോ, അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട. നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കുക. കൂന്തൽ ഒരു 10-20 മിനിറ്റ് വേവിക്കണം, അതിൽ കൂടുതൽ വേവിക്കരുത്. കൂന്തൽ റബ്ബർ പോലെയാവും, ആവശ്യത്തിൽ കൂടുതൽ വെന്താലും പ്രശ്നമാണ്. എന്നിട്ടൊന്ന് തുറന്നിട്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വേപ്പിലിടുക, ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് കഴിയുമ്പോൾ കൂന്തൽ റോസ്റ്റ് റെഡി. നല്ല ടേസ്റ്റാണെന്ന് മോള് പറഞ്ഞായിരുന്നു കേട്ടോ, സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പം തന്നെ. അപ്പോൾ അതും സന്തോഷമായി. അപ്പം അതും കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് എന്താണ് പോകേണ്ടത്, അടുത്ത നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കാൻ പോകാം. നമ്മുടെ ചെമ്മീൻ വേവിച്ചവിടെ ചെമ്മീൻ കൂട്ടൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്താലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അതിങ്ങനെ കളർ മാറി വരുമ്പോൾ ഉടനെ തന്നെ നമ്മളുടെ സവാള, അതുപോലെ തന്നെ ചുവന്നുള്ളി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിട്ട് നന്നായിട്ട്
നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സെയിം മസാലക്കൂട്ട് തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ജീരകം ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വേവിച്ച് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇടുന്നു. അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേജ് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അതും അവിടെ മാറ്റി വെക്കുക. അപ്പം ചെമ്മീനും റെഡി. അടുത്ത് നമ്മുടെ കഴുകി വെച്ച കുട്ടപ്പനായിട്ടുള്ള ഇറച്ചി എടുക്കുക. വിനാഗിരിയിലാണ് ഞാൻ ഇറച്ചി കഴുകുന്നത്, അപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ലല്ലോ. കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇറച്ചിയാണ്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ എന്തായാലും പറയുന്നത് വേപ്പിൻ്റെ ഇല, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് കുക്കറിൽ വെള്ളം ഒന്നും ആഡ് ചെയ്യില്ല. ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി വെള്ളം വറ്റിക്കാൻ വേണ്ടി നമ്മൾ ഉടനെ തന്നെ നമ്മൾ പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഇടുക, ചോപ്പ് ചെയ്ത് വെച്ചാൽ ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് കളയണ്ടെന്നേ, അതും കൂടി അങ്ങ് ഇട്ടുക. എന്നിട്ട് അതിലേക്ക് ലേശം മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഇത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് നമ്മുടെ ഇറച്ചി അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നു. അപ്പം സംഭവം റെഡിയാണ്. ഇപ്പം ഏകദേശം എല്ലാ കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നാളത്തേക്കുള്ള കുക്കിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. സമയം ഒത്തിരി ലേറ്റ് ആയിരുന്നു, അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. പിന്നെ സെറയുടെ സെറയ്ക്ക് വയ്യാഴിക വന്നപ്പം ആകെ മൈൻഡ് ഔട്ട് ആയിപ്പോയി. കൊച്ചിൻ്റെ അടുത്തായിരുന്നു കുറേ നേരം. കാരണം അവൾക്ക് ചുമയും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ കൂടെ വേണം. കാരണം അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ നല്ല കൂടുതലാണ്. ഒമിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ കുക്കിങ്ങിൻ്റെയൊക്കെ ഫൈനൽ സ്റ്റേജായി. ഇനി ഒരുപാട് പാത്രങ്ങൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ചേച്ചി ഞങ്ങളെ കുളിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൈൻഡപ്പ് മെസ്സേജൊക്കെ നമുക്കതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് കളഞ്ഞു. കാരണം TV മോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ TV-യുടെ ഒച്ചയും ബഹളവും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇനിയിപ്പോൾ നാളെ ഒരു മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ സംഭവം ഓക്കെയാണ്. മെഴുക്കുവരട്ടി നാളെ രാവിലെ ഉണ്ടാക്കാൻ മതിയല്ലോ. കാരണം ഞാൻ നോൺ വെജ് ഇന്ന് തന്നെ ഉണ്ടാക്കിയത് വേറൊന്നല്ല. നാളെ ഉണ്ടാക്കൽ നടക്കത്തില്ല. കാരണം നാളെ ആകെ കൂടി എന്തായിരിക്കും എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, സെറയ്ക്ക് ഭയങ്കര സെറയാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്താണ് അടുത്തത് ചെയ്യേണ്ടതും. ചിലപ്പോൾ സെറ തീരുമാനിക്കുവാണ് മമ്മി നാളെ കിടന്ന് ഉറങ്ങിക്കോ, രാത്രി മൊത്തം ഉറങ്ങിയില്ലെങ്കിലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സാം വന്ന് തന്നെ ഗേറ്റ് തുറന്ന് കയറി വീട്ടിലോട്ട് കയറേണ്ട വരും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ബൈ. അടുത്തൊരു വ്ളോഗായി കാണുന്നവരെ